കേരളത്തിൽ ഇന്ന് ഒരുപാട് ബൈക്കുകൾ പ്രചാരത്തിലുണ്ടെങ്കിലും മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ടതും അഭിമാനവുമായ ഒരു ബൈക്കാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനം സ്വന്തമാക്കുന്നത് മലയാളികളുടെ ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ടാണ് കാണുന്നത്. ബ്രിട്ടനിൽ സ്ഥാപിതമായ റോയൽ എൻഫീൽഡ് എന്ന കമ്പനിയാണ് ലോകത്ത് ആദ്യമായി ബുള്ളറ്റ് എന്ന വാഹനം കണ്ടുപിടിക്കുന്നത്. പക്ഷേ അവർ ആദ്യം കണ്ടുപിടിച്ചത് ബുള്ളറ്റ് ആയിരുന്നില്ല. ഇതിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. അപ്പോൾ ഈയൊരു വാഹനം കണ്ടുപിടിക്കാനുണ്ടായ സാഹചര്യവും പിന്നീട് ഈയൊരു കമ്പനിയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവും പിന്നെ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഈയൊരു വാഹനത്തിന് ലഭിച്ച സ്വീകാര്യതയെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റോയൽ എൻഫീൽഡ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകളിൽ ഒന്നാണ്. ബ്രിട്ടനിൽ ആരംഭിച്ച് അവസാനം ഇന്ത്യയിൽ വേരൂന്നിയ ഒരു ചരിത്രമാണ് ഈയൊരു കമ്പനിക്കുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1851 ഇംഗ്ലണ്ടിലെ റെഡിച്ച് നഗരത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ആയുധ നിർമ്മാണ കമ്പനിയിൽ നിന്നാണ്. 1851 ജോർജ് ടൗൺസെൻഡ് എന്ന വ്യക്തി സൂചി നിർമ്മാണ കമ്പനിയായിട്ടാണ് ആദ്യമായി ഈയൊരു സ്ഥാപനം തുടങ്ങുന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സൈക്കിളിൻ്റെ ചില ഭാഗങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. പിന്നീട് പൂർണ്ണമായ സൈക്കിളും നിർമ്മിച്ച് വിൽക്കാൻ ആരംഭിച്ചു. എന്നാൽ 1891 ഈ കമ്പനിക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ആൽബർട്ട് ഈഡിയും റോബർട്ട് വാക്കറും ചേർന്ന് ഈയൊരു കമ്പനി ഏറ്റെടുത്തു. അതിനുശേഷം ഇവർക്ക് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ റോയൽ സ്മോൾ ആം ഫാക്ടറിയിലേക്കുള്ള തോക്കിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ ലഭിച്ചു. ഈ കരാറിൻ്റെ ബഹുമാനാർത്ഥം തങ്ങളുടെ പുതിയ സൈക്കിളുകൾക്ക് അവർ റോയൽ എൻഫീൽഡ് എന്ന് പേര് നൽകി. 1893 എൻഫീൽഡ് എന്ന പേരിൽ സൈക്കിളുകൾ നിർമ്മിച്ചാണ് വാഹന രംഗത്തേക്ക് ആദ്യമായി ഇവർ കാലെടുത്തു വച്ചത്. സൈക്കിളുകൾക്ക് ശേഷം 1898 റോയൽ എൻഫീൽഡിൻ്റെ ക്വാഡ്രി സൈക്കിളുകൾ ഉണ്ടാക്കിയെടുത്തു. ഇത് 4 ചക്രമുള്ള 1.5 HP എൻജിൻ ശക്തിയുള്ളതായിരുന്നു. 1901 അവരുടെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ വിപണിയിലിറക്കി. ഒന്നാം ലോക മഹായുദ്ധകാലത്തും രണ്ടാം ലോക മഹായുദ്ധകാലത്തും ബ്രിട്ടീഷ് സൈന്യത്തിന് ആവശ്യമായ മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കുന്നതിൽ റോയൽ എൻഫീൽഡ് പ്രധാന പങ്കുവഹിച്ചു. അതിനുശേഷം റോയൽ എൻഫീൽഡ് വാഹന ലോകത്ത് ശക്തമായ സാന്നിധ്യമാവുകയായിരുന്നു. ഇന്ത്യയിലേക്കുള്ള റോയൽ എൻഫീൽഡിൻ്റെ കടന്നുവരവ് ഇന്ത്യൻ സൈന്യത്തെ ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. 1950കളിൽ ഇന്ത്യയിലെ സൈനികർക്ക് അതിർത്തി കാവലിന് യോജിക്കുന്ന ഒരു വാഹനം അത്യാവശ്യമായി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ റോയൽ എൻഫീൽഡിൻ്റെ 350cc ബുള്ളറ്റ് ഇന്ത്യൻ സൈനികത്തിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തി. ഇന്ത്യ വലിയ അളവിൽ വാഹനം ആവശ്യപ്പെട്ടപ്പോൾ 1955 മദ്രാസ് മോട്ടോഴ്സുമായി കൂടിച്ചേർന്ന് ചെന്നൈയിൽ എൻഫീൽഡ് ഇന്ത്യ എന്ന പേരിൽ ഒരു പുതിയ നിർമ്മാണശാല ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന വാഹന ഭാഗങ്ങൾ ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്യുകയാണ് ഉണ്ടായതെങ്കിൽ 1962 ആയപ്പോൾ പൂർണ്ണമായും ഇത് എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1970കളിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ബ്രിട്ടനിലെ റോയൽ എൻഫീൽഡ് എന്ന കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നു. എന്നാൽ ഇന്ത്യയിലെ റോയൽ എൻഫീൽഡ് എന്ന കമ്പനി ഇതിനകം തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായിരുന്നു. ഇന്ത്യക്കാർ റോയൽ എൻഫീൽഡിനെ തങ്ങളുടെ പൈതൃകത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചു. കൂടാതെ 1990കളിൽ റോയൽ എൻഫീൽഡിൻ്റെ ഇന്ത്യൻ ഉടമസ്ഥാവകാശം ഐഷർ ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഐഷറിൻ്റെ വരവോടെ കമ്പനി പുതിയ ഉണർവ് കൈവരിച്ചു. ഇവർ പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുകയും ആധുനിക മോഡലുകളായ ക്ലാസിക് 350, ഹിമാലയൻ മെറ്റിയോർ, ഇൻ്റർസെപ്റ്റർ തുടങ്ങിയ വാഹനങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. ഇന്ന് എൻഫീൽഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളിൽ ഒരാളാണ്. പഴയ കാലത്തിൻ്റെ പ്രൗഢിയും ആധുനിക സാങ്കേതിക വിദ്യയും കൂട്ടിയിണക്കി അവർ ലോകമെമ്പാടുമുള്ള മോട്ടോർ സൈക്കിൾ പ്രേമികളുടെ ഹൃദയം കീഴടക്കി. ഇന്ന് ഇത് പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത കമ്പനിയാണ്. ഒരു ബ്രിട്ടീഷ് സ്ഥാപനമായി തുടങ്ങി ഇന്ത്യൻ മണ്ണിൽ വേരുറച്ച് ഇന്ന് ആഗോള ബ്രാൻഡായി മാറിയ റോയൽ എൻഫീൽഡിൻ്റെ യാത്രാകഥ യഥാർത്ഥത്തിൽ ഒരു വിജയഗാഥ തന്നെയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റെല്ലാം ചെയ്യുക.